നമസ്കാരം. നമ്പേഴ്സ് വിത്ത് രഞ്ജിത്തിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വീട് വാങ്ങിക്കണോ? പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. എസ്പെഷ്യലി ഇനീഷ്യൽ ആ ഒരു കരിയറിൻ്റെ ഇനീഷ്യൽ ഭാഗത്ത്. വീട് വാങ്ങിക്കാൻ വേണ്ടി ആണോ നമ്മൾ ജീവിക്കേണ്ടത്? ഇതൊരു ഇമോഷണൽ ഡിസിഷനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇമോഷണൽ ആയിട്ടൊരു ഡിസിഷൻ ഉണ്ട്, കൾച്ചറലി റൂട്ടഡ് ആയിട്ട് നമുക്ക് ചില ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം നിൽക്കട്ടെ, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പ്യുവർലി ഒരു എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിക്കണോ എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ വാങ്ങിക്കുന്നത് എവിടെയാണ് എന്നല്ലേ. എവിടെ വാങ്ങിക്കണം? അപ്പോൾ എഗെയിൻ ഇതൊരു ഇമോഷണൽ ഒരു ഡിസിഷൻ അല്ല, ഒരു എക്കണോമിക് ഡിസിഷൻ എന്നുള്ള നിലയിലാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ എവിടെയാണ് സെറ്റിൽഡ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന തലസ്ഥാനത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലൊരു ജോലിയുണ്ട്, ട്രാൻസ്ഫറബിൾ അല്ല. അങ്ങനെയുള്ളതാണെങ്കിൽ നാച്ചുറലി നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിലായിരിക്കാം. അപ്പോൾ ആ പറയുന്ന ചോയ്സ്, ആ ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അത് ഈ ഡിസിഷൻ, ഈ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് നോക്കുന്ന അതിൻ്റെ ഒരു ധനപരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പല മിഡിൽ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഒരു ലോൺ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു EMI നമ്മൾ നോക്കും. ശരി, ഇതിന് ഇത്ര രൂപയാണ്, അതിൽ ബേസിക്കായിട്ട് 10% 15% ഞാൻ അടയ്ക്കുന്നു. അതിനുശേഷം മാസാമാസം ഇത്ര രൂപ അടയ്ക്കാനായിട്ട് നമ്മൾക്ക് കരുത്തുണ്ടോ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നോക്കേണ്ടത് ഇതിൻ്റെ ഒരു 30%, നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 30% താഴെയാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു തമ്പ് റൂളായിട്ട് നമ്മൾ നോക്കേണ്ടത്. ടോട്ടൽ ഇൻകം, ഇപ്പം വൈഫും ഹസ്ബൻഡും വർക്ക് ചെയ്യാണ്, ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ 30%. അതുപോലെ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അതിനകത്തൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കടം വാങ്ങിക്കുന്നു, ഹാൻഡ് ലോൺ എടുക്കുന്നു, വളരെ ഞെരുങ്ങി ആയിട്ടാണോ? ഒരു ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഒരു സ്വരൂപിക്കുന്ന രീതി എന്താണ്? ഇതിനൊക്കെ പുറമെ ഈ പറയുന്ന സിറ്റിയുടെ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. നമുക്കറിയാം, പണ്ടത്തെ പോലെ ഈ പറയുന്ന ഡെയിലി ഉള്ള ഒരു വില കയറ്റം ഇന്ന് ഈ സ്ഥലത്തിൽ കേരളത്തിലില്ല. പല കാരണങ്ങളും കൊണ്ട് ഇന്ന് വാങ്ങിച്ച് നാളെ നമ്മൾ മറിച്ച് വയ്ക്കുമ്പോൾ വലിയ പണമൊക്കെ കിട്ടിയിരുന്ന കാലമുണ്ട്. ഇന്ന് ജെനുവിനായിട്ടുള്ള ഡീലുകളെ നടക്കുന്നുള്ളൂ. പക്ഷെ ആ സിറ്റിക്ക് ഒരു ലോങ് ടേം ഗ്രോത്ത് ഉണ്ടോ? ഇത്രയുമാണ് നമ്മൾ വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്.